ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലോകം മുഴുവനിലും ഇവിടെ നിന്ന് ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ സമയം കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും, ഈശോ നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളെ ഉയർത്തി അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്വീകരിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. ഇതുവരെ ചെയ്തിരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, ഇതുവരെ ഞങ്ങൾക്ക് നൽകിയ കൃപകളെയും ഓർത്ത് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീ വരൂ സ്നേഹമേ, ദൈവമേ, ശാന്തിയാ സൗഖ്യമാ, നീ വരൂ ശിരസ്സ് നമിച്ച് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് പരിശുദ്ധ പരമാധികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമാധികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളെ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയെ കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിനെ സ്തുതിച്ച് ഇരുകരങ്ങൾ ഉയർത്തി അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിത മേഖലകളെ മുഴുവനായിട്ട് സമർപ്പിക്കാൻ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നമ്മുടെ വേദനകളില്, പ്രയാസങ്ങളില്, കണ്ണീരുകളില്, സങ്കടങ്ങളില് യേശുവേ ഇറങ്ങി വരണമേ പ്രാർത്ഥിക്കുന്ന ഈ ആരാധന മണിക്കൂറുണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് യേശുവിന്റെ കൃപാവരങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചസ്സുകൾ സ്നേഹമേ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മൗനമായി നമ്മുടെ വിവിധ ആവശ്യങ്ങൾ ഓൺലൈൻ ഉടമ്പടിയിലൂടെ, തീർത്ഥാടക ഉടമ്പടിയിലൂടെ, നൈറ്റ് ക്യാൻഡ് റിക്വസ്റ്റിലൂടെ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും, ഈ നാളുകളിലൊക്കെ നിയോഗങ്ങൾ സമർപ്പിച്ച് ലഭിക്കാതെ പോയ എല്ലാ മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ സഹായം എല്ലാ മക്കളിലും, ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തരും, ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഇടയാക്കണമേ എന്ന അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഇരുകരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച നമ്മുടെ ഭവനത്തിലേക്ക്, ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ മണിക്കൂറുകളിൽ ദൈവത്തിന്റെ വചനങ്ങൾ അതിശക്തമായി ഇറങ്ങി വരാൻ വലിയ മാറ്റമുണ്ടാകും. ഇറങ്ങി വരണമെന്ന് ജോസഫ് അച്ഛനിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവവചനങ്ങൾ ലഭിക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിന് നവീകരണം ഉണ്ടാകാൻ, വലിയ അഭിഷേകത്തിന്റെ ദിനങ്ങളുണ്ടാകാൻ, ഈ മണിക്കൂറുകൾ, ഈ ദിനങ്ങളൊക്കെ വലിയ ആളുകളായിട്ട് വലിയ ദൈവ മഹത്വം ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നീരുകളിലേക്ക് ഇറങ്ങി വരണമേ. സകല ജനാവശ്യമേത് വരണമേ. കർത്താവിനെ മഹത്വപ്പെടുത്തി ഒരിക്കൽ കൂടി നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഈ മണിക്കൂറുകളിൽ ജോസഫച്ചൻ്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായ വചനങ്ങൾ നൽകാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ വലിയ മാറ്റങ്ങളുണ്ടാകാൻ, കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ ഉടമ്പടി ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ വലിയ അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥന ഒരിക്കൽ കൂടി ഇരു കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് ആരാധിക്കട്ടെ. കണ്ണീരുകളിലേക്ക് നീ തൊടണമേ, എന്റെ രോഗങ്ങളിലേക്ക് നീ തൊടണമേ, വചന അഭിഷേകം നൽകണമേ. അതിന്റെ സാന്നിധ്യം അതിശക്തമായി ഈ നിമിഷത്തിലൂടെ ഞങ്ങൾ സംസാരിക്കണമേ, കടന്നു വരണമേ. ഇപ്പോൾ വരണമേ. കാണാൻ അനുഭവിക്കണം.
അഭിഷേകം തുടരണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ഒരു സമ്പൂർണമായ ദൈവ മനസ്സ് നമ്മളെ സംബന്ധിക്കുന്ന ദൈവഹിതം വെളിപ്പെടുത്തി നമ്മളെ ബലിഷ്ഠമാക്കുന്ന ഒരു സുവിശേഷ പദ്ധതിയാണ്. ഇപ്പോൾ എല്ലാ ദിവസവുമുള്ള സാക്ഷ്യങ്ങളെ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ മനസ്സറിയാൻ വേണ്ടി പെട്ടെന്ന് ബൈബിളൊന്ന് തുറന്നു നോക്കി. അപ്പോഴെൻ്റെ മനസ്സ് എൻ്റെ കണ്ണിൽപ്പെട്ട വചനം ഞാൻ ഉടനെ ചുവപ്പ് മഷി കൊണ്ട് ഇപ്പം തന്നെ വരക്കണം. നിങ്ങളെ കണ്ടു കാണാൻ അല്ലേ? അത് ഞാൻ വരച്ചത് എന്താണെന്ന് ഞാൻ പറയാം. കർത്താവ് എന്നെ കാണിച്ച വചനം പറയാം. ദാറ്റ് മീൻസ് മത്തായിയുടെ വിശുദ്ധ മത്തായ സുവിശേഷമാണ് 4-ാം അധ്യായം 24-ാമത്തെ വാക്കാണ് കർത്താവിനെ കാണിച്ചത്. വിശുദ്ധ മത്തായ ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവന്റെ കീർത്തി സിറിയായിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും പിശാചുബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. അപ്പോഴേ ഈശോ സുഖപ്പെടുത്തിയ ആ ഓരോ നിലയിലുള്ള ആൾക്കാരെയാണ്. അതിനകത്ത് എന്നെ ഞാൻ വരക്കാൻ കാരണം, ചുവപ്പ് മഷി കൊണ്ട് ഇപ്പോൾ വരക്കാൻ കാരണം, അതായത് നിങ്ങളേറ്റ് പറഞ്ഞ് വിവിധ വ്യഥകളാലും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ഈശോയുടെ തിരുസന്നിധിയിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ കണ്ടില്ലേ? വിവിധ വ്യഥകള്, വ്യാധികൾ മാത്രമല്ല, വ്യഥകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണേ. ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പം രോഗങ്ങളെ മാത്രമല്ല ഈശോ അഡ്രസ്സ് ചെയ്യണത്, വിവിധ വ്യഥകൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത് അനഖയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ട് കാണും. അനഖ ഒന്ന് കാണുന്ന സാക്ഷ്യം ഒന്നുകൂടി കാണുന്ന നല്ലതായിരിക്കും. എന്നെ കുറച്ച് സ്പർശിച്ച സാക്ഷ്യമാണ്. അനഖയുടെ പ്രോബ്ലം, അനഖയുടെ അമ്മ അവരുടെ വീട്ടിൽ അനഖയ്ക്ക് 3 വയസ്സുള്ളപ്പോൾ അനഖയുടെ അമ്മ ബൈബിൾ വായിച്ചു വീട്ടിലിരുന്ന്. അപ്പോൾ അനഖയുടെ അപ്പൻ എടുത്ത് ക്രോധാവേശനായിട്ട് ഈ ബൈബിൾ എടുത്ത് പുഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞ്. കുണ്ടന്നൂർ പുഴയുടെ അരികിലാണ് അവർ താമസിക്കണത്. അപ്പോൾ പുഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പക്ഷേ അതിനുശേഷം പിന്നീട് ഇവർ തമ്മിൽ പിരിയുകയാണ് ചെയ്യണത്. അനഖയുടെ വീട്ടിലിട്ട് അമ്മയുടെ വീട്ടിലേക്ക് കൊച്ചിനെയും കൊണ്ട് അവൾ പോരും. ഒരു വിഷയം കൊണ്ട് കണ്ടില്ലേ? ഇതാണ് വ്യഥകളെന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ വ്യഥ ഇങ്ങനെ ഉണ്ടായതാണ്. അനഖയുടെ അപ്പൻ ഗുണ്ടയാണ്. ഗുണ്ടയിലെ ആൾക്കാർ ഗുണ്ടാപ്പണി ചെയ്ത് ഇങ്ങനെ ഒരു പ്രൊഫഷൻ പോലെ ചെയ്യുന്ന ആൾക്കാരില്ലേ? കാല് വെട്ടാൻ 50,000 രൂപ, കൈ വെട്ടാൻ 1,00,000 രൂപ, അങ്ങനെ ഗുണ്ടാപ്പണി ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ ഈ ബൈബിൾ വായിക്കുമ്പോഴും ഗുണ്ടാപ്പണിയും തമ്മിൽ യോജിച്ച് പോകത്തില്ലല്ലേ? അത് അയാൾക്കറിയാം.
കാര്യം വിശുദ്ധ ഗ്രന്ഥവും തങ്ങളുടെ ഗുണ്ടാപ്പണിയും തമ്മിൽ യോജിച്ചു പോകാത്ത കൊണ്ട് അയാൾ അതെടുത്ത് പുഴയിലെറിഞ്ഞ്. ആ സ്ത്രീ എന്താ ചെയ്തിരിക്കണത്? അയാളെ എടുത്ത് പുഴയിലെറിഞ്ഞ് വെച്ചു. അവരവരുടെ വീട്ടിൽ പോയി താമസിച്ചു. അതോടുകൂടി അവിടെ ഒരു കോംപ്രമൈസും ഇല്ലാതെ അത് പിരിയാണ്. പിരിഞ്ഞ് കുറച്ച് നാൾ പിന്നെ ഇവളുടെ വീട്ടിൽ നിന്ന്, അമ്മയുടെ വീട്ടിൽ നിന്ന് അവൾ പഠിച്ച് വളരുകയാണ്. ആ സാക്ഷ്യം ഒന്ന് കേൾക്കാനും നല്ലതായിരിക്കും. നമ്മുടെ വിഷയം ഇതൊന്നുമല്ല കേട്ടോ. ഞാൻ വിഷയത്തിലോട്ട് വരാം. ഈ വ്യഥകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈശോ ഇപ്പോൾ വ്യഥകളെക്കുറിച്ച് സംസാരിച്ചില്ലേ? അപ്പോൾ വ്യഥകളെ എങ്ങനെയാണ് ബൈബിള് കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണത്. വ്യഥകൾ മീൻസ് അച്ഛൻ പറഞ്ഞു 1 Corinthians 1:4 ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസാണ് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എല്ലാമാണ് വ്യഥകളെന്ന് പറയുന്നത്. നമ്മൾ അസ്വസ്ഥമാക്കുന്ന കുറേ സംഭവങ്ങളില്ലേ? ഇപ്പം ഞാൻ എല്ലാ ദിവസവും തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞായറാഴ്ച വ്യാഴാഴ്ച ഒഴിച്ച് ഞാൻ എല്ലാ ദിവസവും തന്നെ ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതിൽ ഞാൻ എന്താ ചെയ്യണത്? ഏറ്റവും മോസ്റ്റ് ഡിഫിക്കൽട്ട് കേസാണ് എടുക്കുന്നത്. അവിടെ പറയാമല്ലേ, ഏറ്റവും ഞങ്ങൾക്ക് സഹിക്കാനാവാത്ത തീവ്രമായ വിഷയങ്ങളാണ് എടുക്കുന്നത്. എല്ലാ ദിവസവും ഓരോ വിഷയത്തെ സ്റ്റഡി ആയാലും ശരി, സ്ഥലമായ ജപ്റ്റ് നടപടികൾ കടമായാലും ശരി, രോഗമായാലും ശരി, അതിൽ ഏറ്റവും മോശമായി കേൾക്കുന്ന അവസ്ഥയിലുള്ള എടുക്കണം. അങ്ങനെ എടുക്കേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് നടക്കുമെന്നുള്ള ഒരു വിശ്വാസമല്ല. എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അനുഭവം കൊണ്ടുള്ള വിശ്വാസമാണ്. ഇത്രയും വർഷങ്ങളായില്ലേ, 86 മുതൽ ഈ മനുഷ്യൻ്റെ കണ്ണീര് കയ്യിൽ വാങ്ങിക്കുന്നതാണ്. അപ്പം അന്ന് മുതൽ ഇതെല്ലാം ദൈവം ഇടപെടുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഡിവോയ്ഡ് ഓഫ് എനി മെരിറ്റ്. നമ്മൾക്ക് എല്ലാം നമ്മളെ പിൻപിടിക്കണത് എന്തുകൊണ്ടാണ്? ഒരു വിഷയം പിൻപിടിക്കണത് എന്തുകൊണ്ടാണ്? അയ്യോ അത് ശരിയാകുമോ? അത് പ്രാർത്ഥനയ്ക്ക് വെച്ച ദൈവത്തിനാണെങ്കിലോ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കയ്യിലിരിപ്പ് ഇതല്ലേ? അപ്പം എപ്പോഴും നമ്മളെ പിന്നാക്കം പിടിക്കണത് എന്താണ്? പിന്നാക്കം പിടിക്കണത് ചിലപ്പോൾ പാപം പിടിക്കും. പിന്നാക്കം ചില പറയും, എനിക്ക് 5 വർഷമായിട്ട് മക്കളില്ല, ഞങ്ങൾ ആദ്യം മക്കളെ വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ മക്കളെ കിട്ടാത്തത്. അത് അവർ തന്നെ അരണ്ടടിച്ച് നിലക്കയറ്റി കൊടുത്താണ് സാധനം. ഇപ്പം ഞങ്ങൾ ആദ്യം മക്കളെ വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങളെ മക്കളെ കിട്ടാത്തത്. ആയിരിക്കണം നിർബന്ധമില്ലേ? അങ്ങനെ നിർബന്ധമില്ല. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ നിങ്ങളുടെ മെറിറ്റ് എങ്ങനെയാണ് ഡാമേജ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് പോകുന്ന പോലെയാണ് ആൾക്കാർ വിഷയത്തെ സമീപിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ പാപാവസ്ഥ കൊണ്ടാണ് നിങ്ങൾക്കിന്ന് വന്നിരിക്കുന്ന മുഴുവനും തകർച്ചയുടെ കാരണം നിങ്ങളുടെ പാപാവസ്ഥ. കാര്യങ്ങൾ ഒടിഞ്ഞും മടങ്ങി സ്റ്റാൻഡ് പിടിക്കണണ്ട. അത് ഇതൊരു കോമൺ പ്രോബ്ലമാണ്. സുവിശേഷം വളരെ അന്തസ്സോടുകൂടി അഭിമുഖീകരിക്കുന്നൊരു വിഷയമാണ്. കാര്യം മനുഷ്യൻ്റെ മുഴുവനും കുറ്റബോധവും അവൻ ഗതി പിടിക്കാത്തതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് അവൻ്റെ പൂർവ്വകാലങ്ങളെക്കുറിച്ച് അമിതമായ കുറ്റബോധം അവൻ സൂക്ഷിക്കുന്നു എന്നാണ്. ഇത് ആണ് ബൈബിൾ അഡ്രസ്സ് ചെയ്യണത്. ബൈബിൾ എന്താ അഡ്രസ്സ് ചെയ്യണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കണ്ടോ എവിടെയാണ് കേൾക്കുന്നത്? ദാറ്റ് മീൻസ് നിങ്ങളുടെ മെറിറ്റ് ഡാമേജ് ആയിട്ടുണ്ടോ? നിങ്ങളുടെ യോഗ്യത നിങ്ങളുടെ പാപങ്ങൾ കൊണ്ടോ, പൂർവികരുടെ പാപങ്ങൾ കൊണ്ടോ, തലമുറകളുടെ പാപങ്ങൾ കൊണ്ടോ നിങ്ങളുടെ യോഗ്യത നഷ്ടപ്പെട്ടു എന്നുള്ള ധാരണ എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കുറ്റബോധമാകും. പിന്നെ നിങ്ങൾക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ കിട്ടുന്ന എല്ലാം വിധിയാണ്, എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതിനോട് മാനസികമായിട്ട് പൊരുത്തപ്പെട്ടിട്ട് നമ്മൾ താഴ്ന്നു പോകും. ഇങ്ങനെ നീ താഴ്ന്നു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. തിരുപ്പിറവയെക്കുറിച്ചുള്ള ഒരു സന്ദേശം തന്നെ എന്താണ്?
അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. മത്തായി 1:21. ഏറ്റവും പറഞ്ഞ അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ആരെയാണ് പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കണത്? തൻ്റെ ജനങ്ങളെ. തൻ്റെക്കാണ് പ്രാധാന്യം. പിടിയ നമുക്ക് പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതിനാണ് നമ്മളിപ്പോൾ ഊന്നൽ കൊടുത്ത് സാധാരണ പറയണത്. പക്ഷേ എഴുതിയിരിക്കുന്നത് എന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മിനിമം ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കണം. കർത്താവുമായിട്ടേ എല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആത്മബന്ധത്തിലാണ് വർക്ക് ചെയ്യണത്. നിങ്ങൾക്ക് പാപക്ഷമ വേണോ? അതിൽ നിന്ന് ആ സാഹചര്യങ്ങളിൽ നിന്ന് വിടുതൽ വേണോ? പാപ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വിടുതൽ വേണോ? എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടത്? തൻ്റെ ജനമായി മാറണം. മനസ്സിലായില്ലേ? യേശുവിൻ്റെ സ്വന്തം ജനമായി മാറണം. ഇങ്ങനെ മാറണത് സ്നേഹത്തിലൂടെയാണ്. പറഞ്ഞ മനസ്സിലായ? ഉടമ്പടി എടുക്കുന്നവർ ഈ സ്നേഹത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കണം. കർത്താവ് എപ്പോഴും ചേർത്ത് നൽകുന്ന വചനം മാത്രമല്ല, എല്ലാം ചേർത്ത് നൽകുന്ന ആളാണ്. അല്ലേ ഈശോ പറയണത്? ചേർത്ത് നൽകും. 6:33 പറയത്തില്ല, ചേർത്ത് നൽകും. ആദ്യം ദൈവ രാജ്യം അന്വേഷിക്കണം, ബാക്കിയുള്ളത് ചേർത്ത് നൽകും. ഇപ്പം ഈ പ്രഭാഷണത്തിൻ്റെ കൂടെ ചേർത്ത് നൽകുന്നൊരു വചനമുണ്ട്. എന്താണെന്നറിയാവോ? അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്തിനു ഉത്കണ്ഠപ്പെടുന്നു? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെ കുറിച്ച് എന്തിന് തർക്കിക്കുന്നു? പ്രിസ്തലാണ് എന്ന് പറഞ്ഞ അപ്പമില്ലാത്തതിനെ കുറിച്ച് എന്തിന് തർക്കിക്കുന്നു? നെക്സ്റ്റ് വേർഡ്. ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവോ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അഞ്ചപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്ന് അവർ പറഞ്ഞു. 12 എന്ന. അപ്പോൾ 8-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ് ഇപ്പോൾ ഈശോ കൂട്ടിച്ചേർത്തത്. അപ്പം ഇല്ലാത്തതിനെ കുറിച്ച് നിങ്ങൾ എന്തിന് ഉത്കണ്ഠപ്പെടുന്നു? ഇപ്പോഴെന്താ കൂട്ടിച്ചേർക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മെറിറ്റിൻ്റെ ബേസിലാണ് ഇപ്പോഴ് സുവിശേഷം പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിക്കണത്. മനസ്സിലായില്ലേ? മെറിറ്റ് എന്ന് മീൻസ് നമുക്ക് ആവശ്യമായ വിഭവമാണ്. അവിടെ സ്വാഭാവികമായിട്ട് പണമില്ലാത്ത അവസ്ഥ വരും, ഇല്ലേ? കുറേ കാര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥകൾ വരും. ബൈബിള് എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത് ഇല്ലായ്മ ശരിക്കും അഡ്രസ്സ് ചെയ്യും. ഇല്ലായ്മ ഇപ്പോൾ അവർക്ക് അമ്മ തന്നെ എന്താ പറയുക? അവർക്ക് വീഞ്ഞ് ഇല്ല. ഇല്ലായ്മ എന്ന് പറയുന്നത് ബൈബിൾ ഭാഷ പറഞ്ഞ മെരിറ്റാണ്. എന്താ? യോഗ്യത. നമ്മുടെ യോഗ്യതയുടെ, അതായത് ബൈബിൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ജീവിതത്തിൽ മനുഷ്യൻ്റെ മെരിറ്റ് കൊണ്ട് നടക്കാത്ത, എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ്യത കൊണ്ട് നടക്കാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ അതിജീവനത്തിനാവശ്യമായി വരും. ആ സ്പേസാണ് കർത്താവ് ഏറ്റെടുക്കണം. ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, ഞാൻ കുട്ടിയുടെ പേര് മറന്നുപോയി. ഇപ്പോൾ കർത്താവ് ഓർപ്പിച്ചുകൊണ്ട് പറയണത്, അവരുടെ സാക്ഷ്യം സിസ്റ്റർ തിരുത്തിയായിരുന്നു ഇന്നലെ. സിസ്റ്റർ തിരുത്താൻ കാരണമുണ്ട്. കാര്യം ഇവളൊരു പ്രൊഫഷണൽ എക്സാം
ഫേസ് ചെയ്യുകയാണ്. അപ്പോൾ 2 പ്രാവശ്യം ഫേസ് ചെയ്തിട്ട് ഇവൾ ശരിക്കും അങ്ങ് പരാജയപ്പെട്ടായിരുന്നു. പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് ഇവൾക്ക് ഉടമ്പടി ചെയ്തിട്ട് ഇവളൊന്നും പഠിക്കണില്ല. കാര്യം അങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ വന്നപ്പോൾ ഭയങ്കര വിവാദങ്ങളൊക്കെ ഉണ്ടായല്ലോ. പഠിക്കാത്ത കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞൊരു കമൻ്റൊക്കെ വരും അതിൻ്റെ താഴെ. പഠിക്കാത്ത മടിയന്മാരെ നിങ്ങളെന്തിനാ പ്രോത്സാഹിപ്പിക്കണമെന്ന് ചോദിച്ചതിൻ്റെ കമൻറ്റ് വരും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രോബ്ലം വരണത്, ചില ആൾക്കാർ ചെന്ന് ഗട്ടറെ ചെന്ന് വണ്ടി ചെന്ന് നമ്മളെ പൊതഞ്ഞു പോകത്തില്ലേ? വണ്ടി പൊതഞ്ഞു പോകത്തില്ല. നമ്മൾ ചെല്ലുമ്പോൾ ഈ മഴയൊക്കെ ഉള്ള കാലത്താണെങ്കിൽ വണ്ടി ചിലയിടത്ത് പോയി പൊതഞ്ഞു പോകും. അപ്പം നമ്മൾ ഉടനെ അതിൻ്റെ മണ്ണൊക്കെ മാറ്റി അതിൻ്റെ വീലിൻ്റെ അടിയിലുള്ള മണ്ണൊക്കെ മാറ്റിയെടുക്കും. എന്നിട്ട് നമ്മൾ വല്ല ഇരുമ്പ് പട്ടയൊക്കെ കയറ്റി വെച്ചും തള്ളാൻ പറയും, തള്ളും. ചില ആൾക്കാർ എങ്ങനെ ഞാനൊരു രാത്രി മുഴുവൻ ഇങ്ങനെ കുഴി വീണ വണ്ടി തള്ളണ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും രാവിലെ കുർബാനയ്ക്ക് വരുമ്പോൾ ഈ ആൾക്കാർ എപ്പോഴും ഒരിടത്ത് എത്തിക്കാണ്. ആ വണ്ടി ഇപ്പോഴും കുഴി തന്നെ കിടക്കും. ജീവിതത്തിൻ്റെ ചില കട്ടറിൽ നമ്മൾ ചെന്ന് വീണാൽ നമുക്ക് പിന്നെ പൊങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പം ആ കുട്ടിയുടെ ആ ഒരു പ്രശ്നം അതാണ്. അവൾ പറഞ്ഞു ഞാൻ എഴുതത്തില്ല ഇനി. എന്താ കാര്യം? അവളുടെ കോൺഫിഡൻസ് പോയി. ഇപ്പം നമ്മൾ നീന്തുമല്ലേ മനുഷ്യർ, കടലിലും അല്ലേ പുഴയിലും ഒക്കെ നീന്തല്ലേ, വെള്ളമൊക്കെ മറിഞ്ഞൊക്കെ പോകുമ്പോൾ ആൾക്കാർ നീന്തും. അപ്പോൾ നീന്തിയ രക്ഷപ്പെട്ടു കഴിഞ്ഞല്ലേ. പക്ഷെ ചില ആൾക്കാർ നീന്തിയാൽ ചിലപ്പോൾ മസിലൊക്കെ ഈ ഉളുക്കി പിടിക്കും അല്ലേ. അപ്പോൾ പിന്നെ കൈകാലിട്ട് അവിടെ അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടനെ എന്ത് ചെയ്യും? കൈ പൊക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വന്ന് പിടിച്ചോ, ഞാൻ മുങ്ങിപ്പോവുകയാണെന്ന് എൻ്റെ അർത്ഥം. എൻ്റെ മെരിറ്റ് തീർന്നെന്നാണ് എൻ്റെ പറയണവർ അല്ലേ. ജീവിതത്തിൽ ഇങ്ങനെ വരും. ജീവിതത്തിൽ ചില സമയത്തെങ്കിലും നമ്മൾക്ക് ഇതുപോലെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മസിൽ വെട്ടിപ്പോവും. നമ്മൾ നീന്തി എങ്ങനെയും കരപറ്റാൻ വേണ്ടിയാണ് ഈ ഓരോ ബിസിനസ്സൊക്കെ ചെയ്യണതേ. ആ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ വേറെയും ആൾക്കാർ അതേ ബിസിനസ് തന്നെ അടുത്ത് കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ നമ്മൾ മസിൽ വെട്ടണ പോലെ നമ്മൾ നിന്ന് പോകും. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ തന്നെ മസിൽ വെട്ടിയ പോലെ ഇല്ലേ. ബാങ്കുകാരും കടവിളവ് ചെയ്ത് തന്നില്ലല്ലോ. ഇപ്പോൾ എല്ലാവരുടെയിലും ജപ്തിയുടെ പേപ്പറല്ലേ ഇരിക്കണത്. അപ്പോൾ ഇത് എവിടെ കൊണ്ട് ഈ അന്ത്യം ഉണ്ടാകും? ഞാൻ അവരോട് ചോദിക്കും, എന്തെങ്കിലും ഒരു ശോഭ കിട്ടാനോ കൊടുക്കാനോ വാങ്ങിക്കാനോ തരാനോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലെന്ന് പറയും അവർ. ഒന്നുമില്ല. അവർക്ക് 0 മെറിറ്റാണ് വർക്ക് ചെയ്യണത്. 0 മെറിറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ എന്തുകൊണ്ടാണ് ആ വിഷയം എടുക്കുന്നത്? എല്ലാ ദിവസവും എടുക്കുന്നുണ്ടല്ലോ. അതായത് എൻ്റെ മനസ്സ് പറയണത് കർത്താവ് ഇവരെ സന്ധിക്കും. ചിലപ്പോൾ ഇപ്പോഴും നമുക്കവർക്ക് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ പോകുന്ന വഴി സുഖപ്രാപിക്കുന്നത് ഒരു സുവിശേഷത്തിൻ്റെ ഒരു പ്രക്രിയയാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 17:14. ലൂക്ക 17:14. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ഈശോ പറഞ്ഞെന്താ പറയണ? പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. നീ കർത്താവിൻ്റെ തിരുസിനെ കണ്ണീരിട്ട് പോകുമ്പോഴേ ആ പോകുന്ന വഴിക്ക് കർത്താവ് നിൻ്റെ പുതിയ വാതിൽ തുറന്നു തരും. നീ ഒരിക്കലും ചിന്തിക്കാത്ത വാതിലെ തുറന്നു തരും. ഇത്രയും കാര്യം എന്താണ്? അപ്പോൾ മദ്രാസിൽ നിന്ന് വന്നൊരു മനുഷ്യൻ്റെ സാക്ഷ്യം ആണ് ഞാനിപ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം. അയാൾ ഇവിടെ നിന്ന് സാക്ഷ്യം എടുത്ത് അയാളുടെ ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ്. വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് കുഞ്ഞിനെ കിട്ടിയപ്പോൾ ആ കുഞ്ഞിന് സംഭവിച്ച ഒരു ദുരന്തമാണ്. അയാളിവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കസിൻ സിസ്റ്ററുമായിട്ട് ഇവിടെ വന്ന് അന്ന് കോവിഡിനെ ഇവിടെ കയറ്റത്തില്ലായിരുന്നു. ജസ്റ്റ് 15 മിനിറ്റ്
അയാൾക്കൊരു അനുവാദം, അയാളുടെ അവസ്ഥ കണ്ടപ്പോൾ 15 മിനിറ്റ് അനുവാദം കൊടുത്ത്, ഗേറ്റ് തുറന്ന് 15 മിനിറ്റ് അയാൾ അമ്മടുത്ത് നിന്നിട്ട് അയാൾ പുറത്തിറങ്ങി ഗേറ്റ് അടച്ച്. അന്നത്തെ കാര്യം പോലീസ് ഇവിടെ ആൾക്കാരെ അടിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു, ആ ഒരു കാലം ഉണ്ടായിരുന്നു. കാര്യം ആൾക്കാർ കൂടി നിന്നിട്ട് SP കണ്ടിട്ട് SP CA വിളിച്ച് പറഞ്ഞു, CA ഇവിടെ വന്ന് ലാത്തിച്ചാർജ് കണക്കുകയായിരുന്നു. ആ CA കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കാലമായിരുന്നത്. ഞാനതിനെക്കുറിച്ച് അമ്മയോട് മാത്രമേ കംപ്ലയിൻറ്റ് ചെയ്തുള്ളൂ. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് മനുഷ്യൻ വന്ന് അപ്പീസായി. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പോകുന്ന വഴി അയാൾ എക്സ്റേ കവർ എത്തിയപ്പോൾ തന്നെ അവിടുന്ന് മെസ്സേജ് വന്നു, കൊച്ച് ഓക്കെ ആയി, കൊച്ചിനെ കൊണ്ടുപോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. അത്രയും സ്പീഡാണ്. ഈ സാധാരണ ഒരു വിശ്വാസി ഒരു ദൈവമായിട്ടുള്ള ഒരു ഏർപ്പാടിന് വരുമ്പോൾ അവരെ ഇൻവെസ്റ്റ് ചെയ്യണത് ഒന്ന് ഫെയ്ത്ത് നമുക്ക് വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഉടമ്പടിയിൽ ആ ഫെയ്ത്ത് വർക്ക് ചെയ്യത്തില്ല. പെർസ്വറിങ് ഫെയ്ത്താണ് ഉടമ്പടി വർക്ക് ചെയ്യണത്. അന്ന് ഫിഡലിറ്റി എന്ന് പറയും. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇതൊരു ഉടമ്പടി ഒരു ടെക്നിക്കൽ പ്രോജക്റ്റാണ്. നമ്മൾ ചുമ്മാ ബാബ യേശുനാഥ എന്ന് പറഞ്ഞ വന്ന കേസല്ലത്. അതങ്ങനെ ആർക്കും പറയാം. ഇതിൻ്റേതായിട്ടുള്ള കുറച്ച് ദൈവമായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 3 കാര്യങ്ങളിൽ നമ്മൾ ഉറപ്പ് വരുത്തണം. ഒന്ന്, എനിക്ക് ഫെയ്ത്ത് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിൽ സാധാരണ ഫെയ്ത്ത് ഇങ്ങനെ വിട്ട് പിടിക്കുന്ന ഫെയ്ത്താണ്. ഇന്ന് ഫെയ്ത്ത് ഉണ്ടാകും, നാളെ ഫെയ്ത്ത് ഉണ്ടാകത്തില്ല. ആൾക്കാരുടെ ഫെയ്ത്ത് അങ്ങനെയാണേ. ഇപ്പോൾ ഇന്ന് കൊച്ചിന് സുഖമാണെന്ന് പറയുമ്പോൾ ഓക്കെ പ്രൈസ് ലോർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നാളെ കൊച്ചിന് ശ്വാസം കിട്ടത്തില്ല, അപ്പോൾ ഉള്ള ഫെയ്ത്ത് 0 ആയിപ്പോയിക്കും. ആൾക്കാരുടെ ഫെയ്ത്ത് വിട്ട് പിടിക്കുന്ന ഫെയ്ത്താണ്. അതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ ഈ മോട്ടറിൽ വെള്ളം അടിക്കുമ്പോൾ മോട്ടർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, പക്ഷേ വെള്ളം കയറത്തില്ലല്ലോ. അപ്പോൾ പറയുന്നത് അത് ഗ്യാസാണെന്നൊക്കെ പറയും അല്ലേ, വെള്ളത്തിൻ്റെ ഇവിടെ ഗ്യാസ് കയറുന്നത് കൊണ്ടാണ്. അതുപോലെ വെള്ളം പിടിക്കാത്തൊരവസ്ഥ വരും. അതിൻ്റെ കാരണം ഈ വിശ്വാസം ഇങ്ങനെ, നിങ്ങൾക്ക് ഇന്ന് ഉള്ള വിശ്വാസം നാളെ ചില സമയത്ത് ഉണ്ടാകത്തില്ല. അത് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാര്യം നിങ്ങളുടെ വിശ്വാസം ഇതിൽ വിട്ടുപിടിക്കുന്ന വിശ്വാസമാണോ? എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ തോന്നിയിരിക്കുന്നത് ഒരു 80% ആൾക്കാരുടെ വിശ്വാസം ഇങ്ങനെ പതയുള്ള വിശ്വാസമാണ്. ഇപ്പം നമ്മൾ ചായ ഇങ്ങോട്ട് വീത്തി, ചില ആൾക്കാർ ചില C ക്ലാസ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചായ ഇങ്ങനെ വീത്തി ഇങ്ങനെ അടിച്ചു തരത്തില്ലേ, എന്താ? പക്ഷേ അതിൻ്റെ പകുതി മുക്കാലും പതയിരിക്കും അല്ലേ. അര ഗ്ലാസ് ചായ ഉണ്ടാകത്തില്ല, ബാക്കി മുഴുവനും പതയിരിക്കും. ഈ പത കയറുന്നത് വിശ്വാസത്തിലെ ഒരു ആൾക്കാരുടെ പലരുടെയും വിശ്വാസത്തിൽ പത കൂടുതലാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ വിശ്വാസം ദൈവം എപ്പോഴും നിങ്ങളുടെ അവിശ്വാസത്തെ എപ്പോഴും കൺഫ്രണ്ട് ചെയ്യും. കഴിഞ്ഞിട്ട് വിശ്വാസത്തെ പലതരത്തിൽ കർത്താവ് തിരിക്കണം. അല്പവിശ്വാസി, ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. അവരുടെ വിശ്വാസം കണ്ട് അവൻ അവരോട് പറഞ്ഞു. അപ്പോൾ ഈ വിശ്വാസത്തെ ഈശോ പല രീതിയിലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ പതയുള്ള വിഷയം, നിങ്ങളെ ആദ്യകാലങ്ങളിൽ ദൈവം ഇങ്ങനെ ഒന്നെങ്കിൽ ചില ആൾക്കാരെ ദൈവം പെട്ടെന്ന് കുറേ ബ്ലെസ്സിങ് കൊടുത്തിട്ട് അതുപോലെ തന്നെ ബ്ലെസ്സിങ് എല്ലാം തിരിച്ചെടുക്കും. അപ്പം നിങ്ങൾ ഉടനെ അപ്പോഴ് ബ്ലെസ്സിങ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വിശ്വാസം, ബ്ലെസ്സിങ് ഇല്ലാത്ത, അനുഗ്രഹം ഇല്ലാത്ത കാലത്ത് വിശ്വാസം ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉടനെ വിശ്വാസത്തിൽ പിന്നെയും താഴേക്ക് വരും, പിന്നെയും ഇങ്ങനെ ഉയർന്നു വരും. ഇങ്ങനെ നിൽക്കാൻ പറ്റും. ഈ വിശ്വാസം ദൈവം എടുക്കണില്ല, അതാണ് പ്രശ്നം. കാര്യം പണ്ട് ഞാൻ കുഞ്ഞുനാളിലൊക്കെ കയറ് കൊണ്ടേ കൊടുക്കുമായിരുന്നു കടയിൽ. അമ്മ പിരിക്കണ കയറ് കൊണ്ടുപോയി കടയിൽ കൊടുക്കും. കടയിൽ കൊടുക്കുമ്പോൾ കുട വാങ്ങിച്ചുകൊണ്ട് പോകും. എന്തെന്താ ഈ മഴയത്ത് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ കുട മസ്റ്റാണ് കയറും കൊണ്ട് പോകുമ്പോൾ. എന്താ കാര്യം? മഴ എങ്ങാനും ചെറുതായിട്ട് പൊടിഞ്ഞ് കയറ് വീണെങ്കിൽ കച്ചവടക്കാരൻ കയറ് തൂക്കുന്ന മുമ്പ്
എന്താ ചെയ്യണേ? കയറിലിങ്ങനെ ഉള്ളിൽ കയറിട്ട് പിടിക്കും. കയറിൻ്റെ ഈ ഇങ്ങനെ കയറിങ്ങനെ മുടിയായിട്ട് വെക്കുമല്ല, അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് ആളെ കയറെ പിടിക്കുക. എന്നുവെച്ചാൽ കയറ് ചകിരി നനഞ്ഞിട്ടുണ്ടോ വെള്ളമാണോ എന്നറിയാൻ വേണ്ടിയാണ്. അതാണ് നമ്മൾ പിടിക്കുക. ഇപ്പോഴങ്ങനെ കയറിൻ്റെ പരിപാടിയൊക്കെ കുറവില്ല, ആൾക്കാർക്ക് ചകിരി പോലും കിട്ടണില്ല. പക്ഷെ പണ്ടത്തെ ഒരു കാലമുണ്ട്, മനുഷ്യൻ ജീവിച്ച ഒരു കാലം. എന്താ പ്രശ്നം വെച്ചാൽ ഇതുപോലെ നമ്മുടെ വിശ്വാസത്തിൽ അവിശ്വാസത്തിൻ്റെ നനവ് ഇടക്കം ഉണ്ടാവും. പിടിയിടിയാ ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾ കയറെ കെട്ടി തൂങ്ങി നിന്നൊരു കാര്യമില്ല, തിരിച്ചു വരണം. അതായത് നമ്മുടെ വിശ്വാസത്തിൽ അവിശ്വാസത്തിന് നനവ് എന്തുമാത്രം കുറച്ചെടുക്കാൻ പറ്റും, അതനുസരിച്ച് ദൈവം ഇങ്ങനെ ഓരോ ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ചില ആൾക്കാർ ദൈവം എന്തെല്ലാം നമ്മുടെ അനുഭവത്തിൽ എന്തെല്ലാം നെഗറ്റീവ് സംഭവിച്ചാലും ചിലർ മൈൻഡ് ചെയ്തില്ല. അതൊക്കെ കർത്താവ് നേരെയാക്കിക്കൊള്ളൂ എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ പൈസ കൊടുത്ത ഏജൻറ്റ് മരിച്ചു പോകണമെന്ന് വിചാരിച്ചു, അതോട് കൊടുത്ത് നിങ്ങൾ അതിൻ്റെ കൂടെ മരിക്കും ഉടനെ. അയ്യോ അയാൾക്കാരുടെ കൈസെല്ലാം കൊടുത്ത് അയാൾ വഴിയാണല്ലോ, ഇനിയിപ്പോൾ ആരോട് പറയാനാണ്, എവിടുന്ന് ചെന്നിൻ്റെ രേഖകളും മേടിക്കാൻ മറന്നുപോയി ഇങ്ങനെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു നേരെ എല്ലാം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു ഈടർ ഉണ്ടാകണത്. പക്ഷേ വിശ്വാസിയാണെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മൾ കൊടുത്ത കാര്യം നമുക്കറിയാം. നമ്മൾ വിശ്വസിക്കുന്ന ഏജൻറ്റിലല്ല, പിന്നെ ആരെല്ലാം വിശ്വസിക്കുന്നത്? ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യവും കർത്താവിനെ ഒപ്പിച്ചും കർത്താവിനെ അതിൻ്റെ അകത്ത് കക്ഷി ചേർത്തുമൊക്കെ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതൊരു ഗ്യാരണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. അച്ഛൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വിശ്വാസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വിശ്വാസം തന്നെ നിങ്ങൾ ആദ്യം കറക്റ്റ് ചെയ്യണം. കാര്യം വിശ്വാസത്തിൽ പതയുണ്ട്. കാര്യം വിശ്വാസത്തിൽ അവിശ്വാസം കയറി വരും. അതിങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ, വിശ്വാസത്തിനെതിരെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന തണുക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? വിശ്വാസത്തിനെതിരെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ പ്രാർത്ഥന തണുക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. തണുക്കുന്നുണ്ടെങ്കിൽ അർത്ഥം വിശ്വാസത്തിൽ പതയുണ്ട്. വിശ്വാസവും അവിശ്വാസവും ഒരുമിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടത്തില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഇങ്ങനെ വിശ്വാസത്തിൽ പതം കയറിക്കഴിഞ്ഞാൽ, അവിശ്വാസം കയറിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് കർത്താവിൻ്റെ തിരുസേന മുട്ട് എന്നിട്ട് വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പദം മാറ്റുന്നതിനേക്കാൾ നല്ലത് വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടും. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച അങ്ങനെയല്ലേ? ഞങ്ങളുടെ വിശ്വാസത്തെ. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണം. പ്രൈസ് ദി ലോർഡ്. അതും പ്രാർത്ഥനയായിട്ടാണ് മാറ്റേണ്ടത്. അവിശ്വാസത്തെ എന്താ ചെയ്യേണ്ടത്? ദൈവം തന്നെയാണ് പരിഹരിക്കേണ്ടത്. മനസ്സിലായില്ലേ? നമുക്ക് പരിഹരിക്കാൻ പാടായിരിക്കും. അപ്പോൾ അവിശ്വാസം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, കാര്യം അവിശ്വാസം കണ്ടെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഈടറിവ് സംഭവിക്കുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ വർഷം ഞാൻ കോവിഡായിട്ട് ക്വാറൻറ്റൈനിലാണ്. എത്ര ദിവസം ക്വാറൻറ്റൈനിലായി കിടന്നു. അപ്പോൾ ഞാൻ ഒരു ആഴ്ച പോയി ഇത് നോക്കുമായിരുന്നു, എങ്ങനെ ടെസ്റ്റ് എടുത്തേലേ. അപ്പോൾ ഓരോ ആഴ്ച എടുക്കുമ്പോഴും അത് എല്ലാം പോസിറ്റീവ് കോവിഡ് പോസിറ്റീവ് അടിച്ചു ചെയ്തു. അപ്പം എനിക്കിതിൻ്റെ കളികൾ അറിയാവുന്ന കൊണ്ടാണ് ഞാനിത് ഡൗൺ ആകാൻ. ഞാൻ ഡൗൺ ആയിരുന്നെങ്കിൽ കർത്താവ് അത് കുറിച്ച് വെച്ച് തരാം. എന്താണ്? ഇപ്പം വലിയ പ്രഭാഷകനാണ്, പക്ഷെ തനിക്ക് സ്വന്തമായിട്ട് പണി കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വന്തം നിറം കാണിച്ചു. അതാണ് സംഭവം. നമ്മുടെ ഓരോ ഇഷ്യൂസ് വരുമ്പോൾ അതിൻ്റെ ഒരുത്തൻ ടെസ്റ്റിംഗ് ടൈമാണ്. ടെസ്റ്റില്ലാതെ ഒരു പണിയും നടക്കത്തില്ല. അതായത് ദൈവം സത്യമായത് കൊണ്ടാണ് നമുക്ക് ടെസ്റ്റ് വരുന്നത്. ദൈവം സത്യമായത് കൊണ്ടാണ്. ഈശോ ആണെന്ന് പറഞ്ഞാൽ, സ്വന്തം പുത്രനാണെന്ന് പറഞ്ഞാലും അപ്പ പറയും ഈശോ ടെസ്റ്റുണ്ട് കേട്ടാന്ന് പറയും. ജ്ഞാനസ്നാനപ്പെട്ടൊക്കെ ഞാൻ സമ്മതിച്ചു, ഞാൻ എൻ്റെ പ്രിയപുത്രനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കഥയൊന്നും ഇല്ല, ടെസ്റ്റാണെന്ന് പറയും. പിടിയിട്ടില്ലേ? ജ്ഞാനസ്നാനപ്പെട്ടപ്പോൾ ഈശോ പറഞ്ഞില്ലേ ഇവരെൻ്റെ പ്രിയപുത്രനാണ്. പക്ഷെ അത് കഴിഞ്ഞാണ് ജ്ഞാനസ്നാനം തന്നെ പെടുത്തിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ ഞാൻ അയച്ചിട്ടുണ്ട്.
ഞാൻ തന്നെ ബൈ പേഴ്സൺ പ്രസൻ്റായിട്ട് നീ എൻ്റെ പ്രിയപുത്രനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടെസ്റ്റാണ്. ടെസ്റ്റ് അതിന് ഒരാളിപ്പോൾ അങ്ങോട്ട് വരും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അയാൾ പറയുന്നതിനൊക്കെ മര്യാദക്ക് ഞാൻ അവിടെ നിന്നെ സഹായിക്കത്തില്ല. ഐ വിൽ നോട്ട് ഹെൽപ്പ് യു. അത് യുവർസെൽഫ് മസ്റ്റ് കൺഫ്രണ്ട് ഇറ്റ്. നീ തന്നെ അതിന് മറുപടി പറയണം. അപ്പം നമ്മൾ തന്നെ മറുപടി പറയേണ്ട കുറച്ച് കാര്യങ്ങൾ കർത്താവ് കൊണ്ടുവരും. ഈശോ തന്നെ മറുപടി പറഞ്ഞത്, കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞപ്പോൾ നീക്ക് വിശക്കണില്ലേ? നിന്നെ ഇങ്ങനെ കോലം കെട്ട് കഴിഞ്ഞാൽ, പട്ടിണി നിന്ന് കോലം കെട്ട് കഴിഞ്ഞാൽ നിൻ്റെ അപ്പന് സഹിക്കുക? നീ കുരിശൊക്കെ ആണെങ്കിൽ തന്നെ നിനക്ക് ശരീരം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് പിശാച് അവനെ ശരിക്കും അങ്ങോട്ട് സുഖിപ്പിക്കും. അപ്പോഴേ കർത്താവ് പറയും, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത്. ആ ടെസ്റ്റാണ്. പക്ഷേ കർത്താവിൻ്റെ വചനം, ആ വചനം വെച്ച് തന്നെയാണ് അയാളെ കൺഫ്രണ്ട് ചെയ്യണത്. ഇതുപോലെ വരുമ്പോൾ നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അവിശ്വാസത്തിൻ്റെ പത കളയാൻ വേണ്ടി ദൈവം ചില പ്രോജക്റ്റുകൾ, ടെസ്റ്റുകൾ അതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. ഇല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിവാക്കിക്കൊണ്ടൊരു വിശ്വാസ ജീവിതം സാധ്യമല്ല. അത് അച്ഛനായാലും പോപ്പായാലും. ഇപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പയുടെ അപ്പനെയും അമ്മനെയും വിശുദ്ധരായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം എൻ്റെ മനസ്സിലൊക്കെ മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ ജോൺ പോൾ മാർപ്പാപ്പയാണ്. വേറെ ആരെയും ഞാനങ്ങനെ ജോൺ പോളിൻ്റെ റാങ്കിലേക്ക് ആരെയും ഞാൻ കൊണ്ടുവരത്തില്ല. കാര്യം വല്ലാത്ത രീതിയിൽ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു വലിയൊരു പ്രതിഭാസമാണ് ജോൺ പോൾ മാർപ്പാപ്പ. അപ്പോൾ ആ ജോൺ പോൾ മാർപ്പാപ്പ എത്ര ടെസ്റ്റാണ് വന്നത്. ആദ്യം വെടികൊണ്ട്, അപ്പോഴൊക്കെ എനിക്കിട്ട് വെടികൊണ്ടപ്പോൾ എനിക്ക് അന്ന് തോന്നിയത്. കാര്യം ഞാൻ ഈ മനുഷ്യനെ അടുത്ത് നിന്ന് മാനസികമായിട്ട് ഫോളോ ചെയ്താണ് പോണത് ആ 81 കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഞാൻ പഠിക്കുകയാണ്, തിയോളജിയോ മറ്റേ പഠിക്കണ കാലമാണ്, ഫസ്റ്റ് ഇയർ പറ്റിയാണ്. അപ്പോൾ അതായത് ആ ദിവസം ഞാൻ സംസാരിച്ചത് കൂടിയില്ല മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റ ദിവസം. അപ്പോൾ മാർപ്പാപ്പ സുഖപ്പെട്ട് തിരിച്ചു വരാൻ വേണ്ടി എല്ലാ നിമിഷങ്ങളിലും പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തിരിച്ചു വന്നു. ഒരു മുഴത്തോളം കുടൽ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. ആ വെടികൊണ്ട് കൊണ്ട് ഫാത്തിമായാലും മാതാവിൻ്റെ കിരീടത്തെ കൊണ്ട് വെച്ചു. പിന്നെയും ജീവിതം തുടങ്ങും പോപ്പ്. അപ്ഗ്രേഡ് ചെയ്ത് ആ കിട്ടിയ ടെൻഷൻ അതുടനെ ആ കുരിശ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വലിയ അടുത്ത യുദ്ധത്തിന് വേണ്ടി ആൾ റെഡിയായി. ഒരു പക്ഷേ ആളെ അടുത്ത യുദ്ധത്തിന് വേണ്ടി റെഡിയാക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഒരു പരീക്ഷ കൊടുത്തത്. ആ പരീക്ഷയുടെ അവസാനം കഴിഞ്ഞിട്ട് എത്ര രാജ്യങ്ങൾ അദ്ദേഹം പോയി സമാധാനത്തിൻ്റെ സുവിശേഷവുമായി തിരിച്ചു. അതിനുശേഷമാണ് ആ വെടി കൊണ്ടതിന് ശേഷം ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയിൽ വരുമ്പോൾ ഞാനും പോപ്പും തമ്മിൽ പരിശുദ്ധ വേദന ഞാനിങ്ങനെ ഒരു 10 മീറ്റർ അകലമേ ഉള്ളൂ. അത്രയും ഞാൻ അവിടെ പോയി ഈ ജനക്കൂട്ടത്തിൻ്റെ ഇട്ടൊക്കെ നിൽക്കുകയാണ് കളമശ്ശേരി. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ പാപ്പ ഹെലികോപ്റ്റർ വന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഉള്ളിലാണ് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങണത്. ഇറങ്ങിയിട്ട് അവിടുന്ന് ഈ പേപ്പർ വെഹിക്കിളിൽ കൈവീശിക്കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഭയങ്കരമായൊരു അഭിഷേകമാണ് ഇതൊക്കെ. നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ മറക്കാത്തൊരു അഭിഷേകമാണ്. അതുകൊണ്ട് അങ്ങനെ സത്യസന്ധമായ ചില ദൈവികമായ അനുഭവങ്ങളുള്ള കാരണമാണ് ബാക്കിയൊന്നും അംഗീകരിക്കാൻ പറ്റാതെ പിന്നെ. അതെന്താ പ്രശ്നം വെച്ചാൽ, എന്നിട്ട് കളമശ്ശേരി കുർബാനപീഠത്തിലോട്ട് കയറണത് ഒരു 10-20 സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിലിങ്ങനെ അംശവടി കുത്തിക്കൊണ്ട് ഇങ്ങനെ പിടിച്ചിലിപ്പിലാണ് ആൾ കയറിപ്പോണത്. ആൾക്കാരാണെങ്കിൽ കൈയെട്ടിച്ച് ഭയങ്കര പരിവായിപ്പോയി അവിടെ. ആ ഒരു ഭയങ്കര. അപ്പോൾ ഞാനോട് ഈ വെടികൊണ്ട ആളാണ് ഇങ്ങനെ പോണത്. അപ്പോഴെന്താണ് അത് കടന്നു പോവുകയാണ്. അത് കർത്താവിലായിരിക്കുന്നവരെപ്പോഴും പുതിയ സൃഷ്ടി ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പുതിയ സൃഷ്ടി ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടി എന്താണ്? കർത്താവിലായിരിക്കാൻ വേണ്ടിയാണ്. Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 2 കൊരിന്തോസ് 5:17. 2 കൊരിന്തോസ് 5:17. ക്രിസ്തുവിലായിരിക്കുന്നവൻ, ഒന്ന് പറഞ്ഞേ, ക്രിസ്തുവിലായിരിക്കുന്നവൻ
പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അപ്പൊ ഈ പഴയത് കടന്നു പോവുകയും പുതിയത് വരികയും ചെയ്യുന്ന ട്രാൻസിഷൻ പീരീഡ് ഇല്ലേ, അവിടെയാണ് ഇതുപോലെ ട്രബിൾസ് സംഭവിക്കുന്നത്. യു ഗോട്ട് ദ പോയിന്റ്. നമുക്ക് എന്തെങ്കിലും ട്രാൻസിഷൻ അതായത് പഴയത് കടന്നു പോവുകയും പുതിയത് വരും. പഴയ വിശ്വാസം കടന്നു പോയിട്ട് പുതിയ വിശ്വാസം വരും, ശക്തമായ വിശ്വാസം. പഴയ ദൈവസ്നേഹം കടന്നു പോയിട്ട് പുതിയ ദൈവസ്നേഹം വരും. പഴയ ദൈവ പ്രത്യാശ കടന്നു പോയിട്ട് പുതിയ പ്രത്യാശ വരും. അപ്പോൾ പഴയത് കടന്നു പോവുകയും പുതിയത് കടന്നു വരികയും ചെയ്യും. അതിനാണ് ഈ ട്രബിൾസ് വരുന്നതിൻ്റെ കാരണം. ഈ ട്രബിൾസിനെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് സുവിശേഷവിഹിതമായ പ്രത്യാശയോടെ, സ്നേഹത്തോടെ, അതുപോലെ തന്നെ വിശ്വാസത്തോടെയാണ്. അപ്പോൾ എന്തിനാണ് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്ന് വെച്ചാൽ അവൻ്റെ വിശ്വാസം ഓരോ സമയത്തും പുതുതായിട്ട് കൊണ്ടിരിക്കും, അവൻ്റെ ദൈവസ്നേഹം പുതുതായിക്കൊണ്ടിരിക്കും, അവൻ്റെ പ്രത്യാശ പുതുതായിക്കൊണ്ടിരിക്കും. ഈ പുതിയത് എന്ന് പറയണത് ശരിക്കും ക്രിസ്തുവിൽ നിങ്ങളായിരിക്കുന്നതിൻ്റെ അടയാളവും അതിൻ്റെ പിന്നാമ്പുറമെന്ന് പറയണത് ഇതുപോലെയുള്ള വ്യഥകൾ അതിജീവിക്കാനുള്ള ഒരു അവസ്ഥയുമാണ്. എപ്പോഴെങ്കിലും ഒരു വ്യഥ വരുമ്പോൾ ഓർക്കുക, നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കാനും ക്രിസ്തുവിലായിരിക്കാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കൈയിടിച്ച് കർത്താവേ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന വലിയ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. നിന്നെ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്